ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ കേരളത്തിലെ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ കരാർ നിയമനങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായി വീഡിയോയിലേക്ക് കടക്കാം. തിരുവനന്തപുരം സെൻറ്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജ് ടെക്നോളജിയിൽ സീഡിറ്റ് കരാർ അവസരങ്ങൾ 24 ഒഴിവുകളാണുള്ളത്. ജനുവരി 3 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. പലതരത്തിലുള്ള, അതായത് പല തസ്തികകളിലാണ് ഒഴിവുള്ളത്. അപ്പോൾ ഒഴിവുകളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തസ്തികകളും ഒഴിവുകളും. കണ്ടന്റ് ഡെവലപ്പർ, ഇംഗ്ലീഷ് കണ്ടന്റ് ഡെവലപ്പറാണ് 4 ഒഴിവുകളാണുള്ളത്. ഗ്രാഫിക്സ് ഡിസൈനർ 3 ഒഴിവുകൾ. ക്യാമറ കം ലൈറ്റ് ആൻഡ് അസിസ്റ്റന്റ് 3 ഒഴിവ്. കണ്ടന്റ് ഡെവലപ്പർ ട്രെയിനി 3 ഒഴിവ്. മലയാളം കണ്ടന്റ് ഡെവലപ്പർ 2 ഒഴിവ്. അസിസ്റ്റന്റ് വീഡിയോ എഡിറ്റർ കം ഗ്രാഫിക്സ് ആർട്ടിസ്റ്റ് 2 ഒഴിവ്. പ്രോജക്ട് അസിസ്റ്റന്റ് 2 ഒഴിവ്. കണ്ടന്റ് ഡെവലപ്പർ ഡേറ്റ പോർട്ടൽ 1 ഒഴിവ്. ക്രിയേറ്റീവ് ഡിസൈനർ 1 ഒഴിവ്. ഡിജിറ്റൽ കണ്ടന്റ് അസിസ്റ്റന്റ് 1 ഒഴിവ്. ലൈറ്റിംഗ് ടെക്നീഷ്യൻ കം കൺസോൾ ഓപ്പറേറ്റർ 1 ഒഴിവ്. ഡ്രൈവർ വീഡിയോ പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് സപ്പോർട്ടർ 1 ഒഴിവ്. ടോട്ടൽ 24 ഒഴിവുകൾ. എല്ലാ ഒഴിവുകളിലേക്കും അപേക്ഷിക്കേണ്ടത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.careers.cedit.org എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ച് ഓരോ തസ്തികകളും പ്രത്യേകം നിരീക്ഷിച്ച് വിശദമായി പഠിച്ചതിന് ശേഷം അപേക്ഷിക്കുക. അടുത്ത ഒഴിവും തിരുവനന്തപുരത്ത് തന്നെയാണ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗിൽ CDAC പ്രോജക്ട് സ്റ്റാഫ് അവസരം. ഒഴിവ് 39. കരാർ നിയമനം. ആദ്യത്തെ ഒഴിവ് പ്രോജക്ട് മാനേജർ. യോഗ്യത BE അല്ലെങ്കിൽ BTech. കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതുമല്ലെങ്കിൽ PG. കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തതുല്യ വിഭാഗത്തിൽ PG. അതുമല്ലെങ്കിൽ ME അല്ലെങ്കിൽ MTech. ഇതിന് പുറമെ 9 മുതൽ 15 വർഷത്തെ പ്രവൃത്തി പരിചയം അത്യന്താപേക്ഷിതമാണ്. പ്രായപരിധി 56 വയസ്സ്. ശമ്പളം 1,10,10,000 രൂപ. അടുത്ത ഒഴിവ് സീനിയർ പ്രോജക്ട് എഞ്ചിനീയർ. യോഗ്യത BE അല്ലെങ്കിൽ BTech. കമ്പ്യൂട്ടർ സയൻസ് IT ഇലക്ട്രോണിക്സ്. അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ PG. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, ഇതിൽ ME അല്ലെങ്കിൽ MTech. ഈ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പുറമെ 4 വർഷം മുതൽ 7 വർഷം വരെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 40 വയസ്സ്. ശമ്പളം 60,000 രൂപ. അടുത്ത ഒഴിവ് എക്സ്പീരിയൻസ്ഡ് പ്രോജക്ട് എഞ്ചിനീയർ. യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ECE അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, ഇതിൽ ഏതിലെങ്കിലും BEയോ BTechോ ഉണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ PG ഉണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ IT, ഇത് ഏതിലെങ്കിലും ME അല്ലെങ്കിൽ MTech ഉണ്ടായിരിക്കണം. കൂടാതെ 1 വർഷം മുതൽ 4 വർഷം വരെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 45 വയസ്സ്. ശമ്പളം 37,500 രൂപ. അടുത്ത ഒഴിവ് പുതുതായി വരുന്നവർക്കുള്ളതാണ്. പ്രോജക്ട് എഞ്ചിനീയർ. യോഗ്യത BE അല്ലെങ്കിൽ BTech. കമ്പ്യൂട്ടർ സയൻസ് IT ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ്, ഇതിൽ PG. അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ MEയോ MTechോ ഉണ്ടായിരിക്കണം. ഈ ഒഴിവിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല. പ്രായപരിധി 30 വയസ്സ്. ശമ്പളം 37,500 രൂപ. മേൽപ്പറഞ്ഞ ഒഴിവുകളിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ജനുവരി 2 അവസാനിക്കും. ഇതിലേക്ക് അപേക്ഷിക്കാൻ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.cdac.in
വെബ്സൈറ്റിൽ സന്ദർശിച്ച് വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. അടുത്ത ഒഴിവ് ജൂനിയർ റിസർച്ച് ഫെലോ. തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ ജൂനിയർ റിസർച്ച് ഫെലോ അല്ലെങ്കിൽ പ്രോജക്റ്റ് അസിസ്റ്റന്റ്. ഈ നിയമനവും കരാർ നിയമനമാണ്. ഡിസംബർ 31 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. യോഗ്യത ഫിസിക്സ് ഓർ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഡാറ്റാ സയൻസിൽ MSc, അതല്ലെങ്കിൽ നാനോടെക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ EC, ഇതിൽ BTech, നെറ്റ്, അതുമല്ലെങ്കിൽ ഫിസിക്സ് ഓർ കെമിസ്ട്രി അല്ലെങ്കിൽ നാനോ സയൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ്, ഇതിലേതിലെങ്കിലും MSc. പ്രായപരിധി 32 വയസ്സ്. ശമ്പളം 25,000 മുതൽ 31,000 രൂപ വരെ. ഈ ഒഴിവിലേക്കായി അപേക്ഷിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് www.iisertvm.ac.in. ഇത്രയും ഒഴിവുകൾ നിങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യവും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.